പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. വെസ്റ്റ് ബാങ്കിനെ വിഭജിക്കുവാനും ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കുവാനും സൈനിക നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഗാസയ്ക്കുമേൽ കുടിയേറ്റ പദ്ധതി എന്ന ഭീഷണിയുമായി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. വെസ്റ്റ് ബാങ്കിനെ വിഭജിക്കുന്ന പദ്ധതിയുടെ കരാറിൽ ഒപ്പുവെക്കുന്നതിനിടെയാണ് നെതന്യാഹു പ്രഖ്യാപനം നടത്തുന്നത്. പലസ്തീൻ രാഷ്ട്രം ഇനി ഉണ്ടാകില്ലെന്ന വാഗ്ദാനം ഞങ്ങൾ നിറവേറ്റാൻ പോകുന്നു. ഈ സ്ഥലം ഞങ്ങളുടേതാണ് എന്നാണ് നെതന്യാഹു വാദിക്കുന്നത്. നെതന്യാഹു മുന്നോട്ട് വയ്ക്കുന്നത് ഇസ്രായേലിലെത്തുന്ന കുടിയേറ്റക്കാർക്കായി 3000 വീടുകൾ പുതുതായി നിർമ്മിക്കുന്ന E1 എന്ന പദ്ധതിയാണ്. പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന കിഴക്കൻ ജെറുസലേമിലേക്ക് പലസ്തീൻ ജനതയ്ക്ക് എത്തിപ്പെടാനുള്ള സാധ്യതകൾ പരിമിതപ്പെടും. ആയിരക്കണക്കിന് വീടുകൾ ഇവിടെ ഇനിയും നിർമ്മിക്കുമെന്നും വെസ്റ്റ് ബാങ്കിലെ ജനസംഖ്യ ഇരട്ടിയായി ഉയർത്തുമെന്നും നെതന്യാഹു അവകാശപ്പെടുന്നുണ്ട്. അന്താരാഷ്ട്ര എതിർപ്പിനെ തുടർന്ന് നടക്കാതെ പോയ പദ്ധതി നടപ്പിലായാൽ ഏകദേശം 3 ദശലക്ഷത്തോളം വരുന്ന പലസ്തീൻ ജനത കുടിയൊഴിപ്പിക്കപ്പെടും. ഇസ്രായേൽ പ്രഖ്യാപനത്തെ നേരത്തെ ഐക്യരാഷ്ട്രസഭയുടെ മേധാവി ആന്റോണിയോ ഗുട്ടറസ് അപലപിച്ചിരുന്നു. പദ്ധതി വെസ്റ്റ് ബാങ്കിനെ 2ആയി വിഭജിക്കുമെന്നും പലസ്തീൻ രാഷ്ട്രത്തിന് അസ്തിത്വ ഭീഷണി ഉയർത്തുമെന്നും ഗുട്ടറസ് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പലസ്തീൻ രാഷ്ട്രം ഇനി ഉണ്ടാകില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പോടെ പ്രഖ്യാപിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ കൂടി നോക്കുകുത്തിയാക്കിയാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.